ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഭാരതത്തിന് 128 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യൻ ബോളിംഗ് നിരയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞ് പാകിസ്ഥാൻ 20 ഓവറിൽ 127 റൺസിലൊതുങ്ങി. കുൽദീപിനും അക്സറിനും ബുംറയ്ക്കും 3 വിക്കറ്റ് വീതം. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എങ്ങനെയാണ് ഭാരതത്തിന്റെ പ്രകടനം? ഒപ്പം പാകിസ്ഥാൻ തകർന്നടിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 128 റൺസാണ് വിജയലക്ഷ്യം. ഇന്ത്യക്ക് ജയിക്കാൻ 128 റൺസാണ് വേണ്ടത്. 20 ഓവറിൽ പാകിസ്ഥാനെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസിൽ ഇന്ത്യ എറിഞ്ഞൊതുക്കി എന്ന് പറയാം. തുടക്കം മുതൽ തന്നെ വ്യക്തമായ ആധികാരികമായി തന്നെ ഇന്ത്യ ബോളിംഗിൽ ആധികാരികത പുലർത്തിയിരുന്നു. തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ കൃത്യമായ ഇടവേളകൾ വീഴ്ത്തിയിരുന്നു. എന്നാൽ അവസാന ഓവറുകളിൽ ഷഹീൻ ഷാ അഫ്രീദിയുടെ ഒറ്റയാൾ പോരാട്ടമാണ് 130 128 എന്നൊരു വിജയലക്ഷ്യത്തിലേക്ക് പാകിസ്ഥാനെ എത്തിക്കാനായത്. 16 പന്തിൽ 33 റൺസ് എടുത്ത ഷഹീൻ അഫ്രീദി പുറത്താകാതെ നിന്നു. ആ ചെറുത്തുനിൽപ്പ് തന്നെയാണ് അവസാനം ഒരു പൊരുതാവുന്ന സ്കോറിലേക്ക്, അല്ലെങ്കിൽ ഒരു 128 റൺസ് എന്നൊരു സ്കോറിലേക്ക് എന്തായാലും പാകിസ്ഥാനെ എത്തിച്ചത്. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു 100 റൺസിനകത്ത് പാകിസ്ഥാൻ ഒതുങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യയുടെ ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് കുൽദീപ് യാദവിൻ്റെ പ്രകടനം തന്നെയാണ്. ആദ്യ മത്സരത്തിലെ വിജയശില്പി, ആദ്യ മത്സരത്തിൽ കളിയിലെ താരമായ കുൽദീപ് യാദവ് തന്നെയാണ് ഇക്കളിയിലും ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കോയ്മ നേടി നൽകിയത്. കുൽദീപ് യാദവ് 4 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് വീഴ്ത്തിയത്. ഒപ്പം ജസ്പ്രീത് ബുംറയുടെയും ഒപ്പം അക്ഷർ പട്ടേലിൻ്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ബുംറ 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ അക്ഷർ പട്ടേലും 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 2 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചു. ഒപ്പം ഹർദിക് പാണ്ഡ്യയും വരുൺ ചക്രവർത്തിയും ഓരോ വിക്കറ്റുകൾ വീതവും എന്തായാലും സ്വന്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ ഓപ്പണറായിട്ടുള്ള സൈം അയൂബിനെ റൺസൊന്നും എടുക്കാതെ, ഒരു പന്തിൽ റൺസൊന്നും എടുക്കാതെ സൈം അയൂബിനെ പുറത്താക്കുന്ന പാണ്ഡ്യ പുറത്താക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് കുൽദീപ് യാദവ് ഫർഹാനെയും ഒപ്പം ബുംറ ഹാരിസിനെയും പുറത്താക്കുന്ന കാഴ്ച. കൃത്യമായ ഇടവേളകളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായ ഇടവേളകളിൽ ആ വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. എന്തായാലും ഇന്ത്യക്ക് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ ഒരു വിജയം ചൂടാൻ ഈ 128 റൺസിൻ്റെ അകലം മാത്രമാണ് ഉള്ളത്. നീലിമ, ഇന്ത്യക്ക് 128 റൺസ് വിജയലക്ഷ്യം. നിഖിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.